തലവേദന കൊണ്ട് തല പൊട്ടുക എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ വാർത്തകൾ കേട്ട് തല പൊട്ടുന്നൊരു കാലമാണിത്. എന്തൊരു നെഗറ്റിവിറ്റിയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കൊള്ളിവെപ്പ്, തമ്മിത്തല്ല്, ബഹളം, കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും തമ്മിലുള്ള അടി, കൊലപാതകം, ഇതൊക്കെ കേട്ടാൽ തല പൊട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ശരിക്കും എല്ലാവരും പഴിച്ചു പോകും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന്. മാക്ബത്ത് എന്ന വിശ്വൈക നോവലിൽ ഷേക്സ്പിയർ പറയുന്ന ഒരു കാര്യമുണ്ട്: കൺഫ്യൂഷൻ ഹാസ് മെയ്ഡ് ഇറ്റ്സ് മാസ്റ്റർ പീസ്. കൺഫ്യൂഷൻ ഹാസ് മെയ്ഡ് ഇറ്റ്സ് മാസ്റ്റർ പീസ് എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ അതിൻ്റെ പാരമ്യത്തിൽ എത്തിക്കളിക്കുക. അതുപോലെ നെഗറ്റീവ് വാർത്തകളും ഒക്കെ അതിൻ്റെ പാരമ്യത്തിൽ കടന്ന് കളിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് എനിക്കൊരു ചോദ്യമുള്ളത്: നമുക്ക് ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ? ഇവിടെ ജീവിച്ചല്ലേ പറ്റൂ, ഇവിടെ ജീവിച്ചേ പറ്റൂ. അതും നിരാശപ്പെട്ടും തകർന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതം ഈ നെഗറ്റിവിറ്റിയുടെ നടുവിൽ കൊണ്ടുപോയേ പറ്റൂ. അങ്ങനെ ജീവിക്കാൻ നമുക്ക് കൊതി തരുന്ന ചില സംഗതികളുണ്ട്. വാട്സപ്പിലും ഓൺലൈനും ഒക്കെ ആയിട്ട് അവ മിന്നി മറയാറുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തുമല്ല, നമ്മുടെ ചെറുപ്പക്കാർ അഭ്യസ്തവിദ്യരാണ്, ഞാൻ ഉൾപ്പെടെ. അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാനും വേണമെങ്കിൽ കൂട്ടി പറയുവാനും പറ്റും. പക്ഷേ ഇപ്പോഴും നമ്മൾ ഇന്ത്യൻ പ്രൊണൗൺസിയേഷൻ അപ്പുറത്തേക്ക് പൊതുവെ കടന്നിട്ടില്ല. അത്യാവശ്യം കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റും, മനസ്സിലാക്കാനും പറ്റും. ഇത്രയും എഫിഷ്യൻസിയുള്ള യുവജനങ്ങൾക്ക് പോലും ഇംഗ്ലീഷ് സ്വായത്തമായി എന്ന് പറയാനാകില്ല. ഓക്കെ, ഒരു ഗണം ആൾക്കാരുണ്ട്. ഇവിടെയാണ് ഈ ഒരു വീഡിയോയുടെ അർത്ഥം. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഈ വ്യക്തി ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കാണും. മനുഷ്യ ശരീരേ ഒരു അത്ഭുതകരമായ എഞ്ചിനല്ലേ? തീർച്ചയായിട്ടും. Human body is a miraculous machine, wonderful chemical laboratory, stomach and a digestive organ, miles of communication system, nerves, okay, and astounding sound system, ear and throat, wonderful camera cum projector system, eye, unparalleled computer with the infinite capacity, brain, non-stop pumping set, heart and lungs, both are pumping, okay, and restless refinery system, liver and kidney. അങ്ങനെ സൃഷ്ടാവ് മനുഷ്യന് നൽകിയ വിചിത്രവും സങ്കീർണവുമായ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതകരമായ ഒരു എഞ്ചിനാണ് ഇത്. ഈ എഞ്ചിൻ പ്രായത്തിന്റെ ആധിക്യമാകുമ്പോൾ ലേശം അതിൻ്റെ പ്രവർത്തനമൊക്കെ ഒന്ന് കുറയും. പക്ഷെ ഒരു കാര്യം മനുഷ്യൻ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രായം എന്ന് പറയുന്നൊരവസ്ഥ എല്ലാ ആളുകൾക്കും ഉണ്ട്. എന്താണ് മനുഷ്യൻ? എന്താണ് മാനുഷിക മൂല്യം? Human values. What are human values? Values are defined as desires and goals that are internalized through the process of conditioning, learning and socializing. It means the act of cherishing something and holding it dear. Actually, they are the guiding principles of life which are conducive to one's physical, mental and social health. A well-structured ethical code വേണം ഒരു മനുഷ്യന്. അവിടെ മാനുഷിക മൂല്യങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമാണ്, അനിവാര്യമായ ഘടകങ്ങളാണ്. ഹ്യൂമൻ വാല്യൂസ്, a well-structured ethical code, moral commitment, spiritual conduct, social accountability, upward mobility of ideals and sense of belongingness, righteous conduct in the physical level, truth in the intellectual arena, peace on the emotional plane. ഇതൊക്കെ നമ്മൾ മനുഷ്യന് മാനുഷികമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കണം. അവൻ ഇതൊക്കെ അനിവാര്യമായ ചില ഘടകങ്ങളാണ്. ഇതൊക്കെയാണ് ജീവിതം. ഇതൊക്കെ ആയാലേ ജീവിതമാവുന്നുള്ളൂ. അപ്പം ജീവിതത്തിനെ പറ്റി കൂടി നമ്മൾ ചിന്തിക്കണം. വാട്ട് ഈസ് ലൈഫ്? ടുഡേ ഈസ് ലൈഫ്, the very life of life. In its brief course lies all the varieties of realities. It is green everywhere. Yesterday is history. Tomorrow is mystery. But today is life. Life is an unnecessary disturbance. Life is an unnecessary disturbance in the tranquility of eternity. We think one, but it happens absolutely different from that. അതാണ് മിസ്റ്ററി. അപ്പം നമ്മൾ എന്ത് വേണം? ജീവിതത്തിൽ കുറേയൊക്കെ സത്യസന്ധതയോടെയും സാംസ്കാരികമായ ഒരു മൂല്യമൊക്കെ വെച്ചുപിടിച്ചൊക്കെ ജീവിക്കാൻ നോക്കണം. ബൈബിളിൽ ജോഷുവയുടെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യമാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. ദൈവമായ കർത്താവ് ജോഷുവയോട് പറയുകയാണ്, നീ മുടി നരച്ച് പ്രായമായി. ഇനിയും പറയാൻ പോകുന്നത്, നിന്റെ കാലം തീരാറായി,
നിന്റെ പായം അടക്കിക്കോ, നീ ഇങ്ങോട്ട് വരാൻ തയ്യാറായിക്കോ, നീ പടം അടക്കിക്കോ എന്ന് പറയാൻ പോകുന്നു എന്നാണ് നമുക്ക് തോന്നുക. ആ രീതിയിലാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ദൈവം പറയുന്നത് ഇനിയും രാജ്യങ്ങൾ കീഴ്പ്പെടുത്താനുണ്ട് എന്നാണ്. അതുകൊണ്ട് മടുത്തു പോകാതെ നമുക്ക് നമ്മുടേതായ ഒരു റോളുണ്ട്, അത് കണ്ടെത്തണം, അത് ചെയ്യണം. അതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം ഇരിക്കുന്നത്. മനുഷ്യന് മാത്രമുള്ളതല്ല ഈ ഭൂമി. നമ്മൾ വിചാരിക്കുന്നത് എന്താ, മനോഹരമായ ഭൂമി മനുഷ്യൻ്റേത് മാത്രമാണെന്നാണ്. പക്ഷെ സത്യമല്ല. ഇതിലെ പാറിപ്പറക്കുന്ന ചിത്രശലഭത്തിനും ഇന്നലെ വിരുന്നുണ്ടുപോയ ദേശാടന കിളികൾക്കും പാപം പറവകൾക്കും PT7-നും അരിക്കൊമ്പനും അങ്ങനെ നരിക്കൂ എലിക്കൂ അരിക്കൂ എല്ലാറ്റിനും തുല്യാവകാശമുള്ള ഒരു സംഗതിയാണ്, ഒരു സംഭവമാണ് ഈ ഭൂമിയപ്പ. ഈ ഭൂമിയെ മനുഷ്യൻ്റേത് മാത്രമായി കാണരുത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ 5 ബേസിക് എലിമെന്റ്സ് ഒക്കെ മനുഷ്യന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതല്ല. മക്കളെ, നിങ്ങൾ ഇരിക്കുന്ന കാലത്തോളം നിങ്ങൾ ഉപയോഗിച്ചോളൂ. ഇത് കഴിഞ്ഞാൽ വരും തലമുറക്കായി നിങ്ങൾക്ക് കിട്ടിയ അതേ പരിശുദ്ധിയോടുകൂടി തന്നെ ഇത് തിരിച്ചു കൊടുക്കേണ്ടതായ ഹാൻഡ് ഓവർ ചെയ്യണം. യു വിൽ ഹാവ് ടു ഹാൻഡ് ഓവർ എയർ, വാട്ടർ, സോയിൽ ആൻഡ് ദിസ് കൈൻഡ് ഓഫ് പൊല്യൂഷൻ.